71ാമത്തെ നെഹ്റു ട്രോഫി വള്ളംകളിക്ക് ഒരുങ്ങിയിരിക്കുകയാണ് പുന്നമടക്കായൽ. ഇന്ന് നടക്കുന്ന മത്സര വള്ളംകളിയിൽ 21 ചുണ്ടൻ വള്ളങ്ങളടക്കം 75 കളിവള്ളങ്ങളാണ് മത്സരിക്കുക. മുഖ്യമന്ത്രി പിണറായി വിജയൻ വള്ളംകളി ഉദ്ഘാടനം ചെയ്യും. രാവിലെ 11 മണി മുതൽ ചെറുവള്ളങ്ങളുടെ ഹിറ്റ്സ് മത്സരങ്ങൾ ആരംഭിക്കും. അപ്പോൾ സമഗ്ര കവറേജുമായിട്ട് നമ്മുടെ ടീം അവിടെയുണ്ട്. മാർഷൽ വി സെബാസ്റ്റ്യൻ, ദിവിഷ് മണി, കണ്ണൻ നായർ, സ്നേഹമോൾ നൈനാർ എല്ലാവരും അവിടെയുണ്ട്. അപ്പോൾ ഈ മണിക്കൂറിൽ നമുക്ക് ആ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാം. മാർഷൽ, നേരത്തെയുള്ള ആർപ്പോവിളിയിലൊക്കെ നമ്മുടെ പ്രേക്ഷകരൊക്കെ പറയായിരുന്നു വല്ലാത്ത എനർജിയാണ് നമുക്ക് എന്നുള്ളത്. തീർച്ചയായിട്ടും നമ്മുടെ ആ ഒരു ഓളം, ആ ഒരു ആവേശം അത് ഭയങ്കരം തന്നെയാണ്. കാരണം ഇത്രമാത്രം ആളുകൾ ഏറ്റെടുത്തിരിക്കുന്ന ഒരു ആഘോഷം നടക്കുന്ന സ്ഥലത്താണ് നിങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു ആവേശം നിങ്ങളിലേക്കും ഉണ്ടാകും. അപ്പോൾ 11 മണിയോടെ കളി മാറും അല്ലേ? തീർച്ചയായിട്ടും ജയലക്ഷ്മി, അതായത് മലയാളിക്ക് വള്ളംകളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറ്റിവെക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ്. ഏറ്റവും കൂടുതൽ ജലസ്രോതസ്സുകളാൽ നിറഞ്ഞിട്ടുള്ള നമ്മുടെ സംസ്ഥാനത്തെ വള്ളംകളികളിൽ ഏറ്റവും ഗംഭീരമായ വള്ളംകളി എന്ന് നമുക്ക് പറയാം. മത്സര വള്ളംകളിയിൽ ഏറ്റവും വലുത് എന്ന് പറയാൻ കഴിയുന്നതാണ് പുന്നമടക്കായലിലെ ഈ വള്ളംകളി. അതിൻ്റെ ആവേശമാണ്. ചെറിയ മഴച്ചാറ്റിലുണ്ട്. അതോടൊപ്പം തന്നെ കായലും ആകാശവും കാർമേഘത്തിൻ്റെ ഒരേ നിറത്തിൽ കിടക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നതെങ്കിലും ആവേശത്തിന് ഒട്ടും കുറവില്ല. നിരവധി കളിവള്ളങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് എത്തിക്കൊണ്ടേയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ആ ആവേശം നിറയുവാൻ വേണ്ടിയാണ് നമ്മൾ നിൽക്കുന്നത്. കണ്ണൻ സിനിമാ താരവും കാരിച്ചാലിന്റെ ക്യാപ്റ്റനുമാണ്. കാരിച്ചാലിന്റെ ക്യാപ്റ്റന് എത്തിയിരിക്കുകയാണ്. കണ്ണ, ഇതൊന്ന് 16 തവണ ഇപ്പൊ നാട്ടുകാരാണ് തുടങ്ങുന്നത്. എന്താ ഒരു ആവേശം! ഭയങ്കര മൂടാണ്. കാരണം ഞാൻ 2-3 ദിവസം നമ്മുടെ മോട്ടർ ടീമിലൂടെ പ്രാക്ടീസ് പോയിരുന്നു. കാരണം ആ ബോട്ടിൽ നിൽക്കാൻ വേണ്ടി ഒരു പ്രത്യേക ഒരു സമയം വേണം, ആ താളവും ബാലൻസും കിട്ടാൻ വേണ്ടി. പിന്നെ പറഞ്ഞ പോലെ 16 തവണ ജയിച്ച ഒരു ടീം, അത്രയ്ക്ക് ലെഗസി ഉള്ളൊരു ടീമൊക്കെ ആയിരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ചാമ്പ്യൻസ്. അതെ കൊല്ലംകാര്. അപ്പോഴത്തേക്ക് അതൊരു ഒരു പ്രത്യേക ഒരു ഫീലിംഗാണ്. ശരിക്കും പറഞ്ഞ ഒരു പ്രൈഡ് ഉണ്ട് സത്യം പറഞ്ഞാൽ. പിന്നെ മറ്റേ ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പം എൻ്റെ ഹാഫ് എന്ന് പറഞ്ഞ പടം ഷൂട്ട് ചെയ്യുന്നോണ്ടിരുന്നപ്പോൾ ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി ഇങ്ങോട്ട് വന്നു. അപ്പോഴത്തേക്ക് ഞാൻ അപ്പം തന്നെ എടുത്ത് പിടിച്ചു. കാരണം ഞാൻ ഈ വള്ളംകളി കണ്ടിട്ടുണ്ട് ടി വിയിൽ, നമ്മുടെ നെഹ്റു ട്രോഫി ബോട്ടിൽ. നേരിട്ട് എക്സ്പീരിയൻസ് ഇല്ല നേരത്തെ കയറിയിട്ടുണ്ടല്ലേ? ഇല്ല അല്ല, വെള്ളത്തിൽ കയറിയിട്ടുണ്ട്. പക്ഷേ ഈ മത്സര വള്ളത്തിൽ ഇങ്ങനെ കയറിയിട്ടില്ല. ഇല്ല കണ്ടിട്ടില്ല. പക്ഷേ അതിന്റെ ഒരു ശൈലിയും ഒക്കെ കിട്ടാൻ കുറച്ച് ഞാൻ ടീമിലൂടെ എളുപ്പം എനിക്ക് പറ്റി. അതൊരു നല്ലൊരു രീതിയിൽ അവിടെ വിളിക്കാം. അവിടെ മൊത്തം ടീമിലൂടെ സ്വാഭാവികമായിട്ട് ഞങ്ങളെ സംബന്ധിച്ചുള്ള അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾ എപ്പോൾ എവിടെ കണ്ടാലും അപ്പം വിളിക്കും. ഇങ്ങനെയാണ് ഈ ഒരു ആവേശം നമ്മളിൽ എപ്പോഴും ഇങ്ങനെ ഒന്നുമില്ല. പ്രത്യേകിച്ച് ആലപ്പുഴ വരുമ്പോൾ അല്ലേ കണ്ണ? എല്ലാവിധ ആശംസകളും. ഓക്കെ ദിവിഷ്, ഒരുപക്ഷെ വള്ളംകളിയുടെ ഒരു ആവേശം കയറി വരുന്ന സമയങ്ങളിലെല്ലാം തന്നെ ഇത്തരം ആവേശങ്ങളെല്ലാം കയറി വരുമ്പോൾ തന്നെ നമുക്ക് ഈ വള്ളപ്പാട്ട്, വഞ്ചിപ്പാട്ട് എന്നുള്ള ഒരു ആവേശമാണ് ഇവിടെ ഉള്ളത്. ചെറിയ രീതിയിലുള്ള താളങ്ങളിൽ വളരെ പതുങ്ങിയ താളമാണ് ആലപ്പുഴയുടേത് എങ്കിലും മത്സര വള്ളംകളിയാണ് എന്നുള്ളത് കൊണ്ട് ആ ആവേശം എപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇവിടുത്തെ പാട്ടുകൾ? അല്ല, ഞാൻ ഇപ്പോൾ ഇവിടെ ഓട്ടോയിൽ വരാൻ നേരത്ത് ഞാൻ ചോദിച്ചു മഴയാണല്ലോ പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞത് മഴയുണ്ടെങ്കിൽ ഒരു രസമുള്ളൂ, ഇപ്പോൾ നല്ലോണം വെള്ളമൊക്കെ ഉണ്ട്, തുഴയാൻ നല്ല അടിപൊളിയായിട്ടിരിക്കുന്ന സമയമാണ്, മഴയും കൂടെ ഉണ്ടെങ്കിൽ ഇതിനൊരു ആവേശമുള്ളൂ. സാധാരണ നമ്മൾ ഈ ആഘോഷങ്ങൾ വരുമ്പോൾ മഴ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു ഭയമാണ്, പ്രത്യേകിച്ച് തൃശ്ശൂർ പോരുന്ന സമയത്തൊക്കെ. പുരയ്ക്കും ഇതേ വെള്ളം ഉയർന്നാൽ അതിനുമേലെ വള്ളവും കഴിക്കും. അതുകൊണ്ട് വിഷയമല്ല. നമുക്ക് പുറമേ നിന്ന് വരുന്നവർക്ക് പെട്ടെന്ന് മഴയാണല്ലോ, ഇത്ര വലിയൊരു ഇവന്റ് അടക്കാൻ പോകുള്ളൂ, മഴ വന്നാൽ പ്രശ്നമാണെന്ന് തോന്നുന്നു. പക്ഷേ ഇവിടെയുള്ളവർക്ക് മഴ കൂടി ഉണ്ടെങ്കിലാണ് ഇതിന്റെ ഒരു ആവേശം അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഓളം. വള്ളപ്പാട്ട് പോലെ അല്ലെ വഞ്ചിപ്പാട്ട് പോലെ സ്ഥിരമായി പാട്ട് പാടുന്ന ഒരാളാണല്ലോ. ഏത് പാട്ടാ പാടുന്നത്? തൽക്കാലം പാട്ടുപാടി. ആലപ്പുഴക്കാരെ കുറിച്ച് ജനറലി പറയുന്നത് വള്ളവും വെള്ളവും രക്തത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള ആളുകളാണ്. അപ്പം ഈ മഴ മൂടലൊക്കെ ഉണ്ട്, പക്ഷേ ഇവിടുത്തുകാരെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ഒരു പ്രശ്നമേ അല്ല. പിന്നെ കാരിച്ചാലിന്റെ ക്യാപ്റ്റൻ ഉള്ളതുകൊണ്ട് പറയുകയാണ് ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള അല്ലേ കാരിച്ചാലിനാണ്. പിന്നെ കാരിച്ചാലിന്റെ ഒരു രോമാഞ്ചിഫിക്കേഷൻ കഥ എന്ന് പറയുന്നത് 71 പൊങ്ങി, പിന്നെ 74 3-ാം വർഷം ഉയർത്തെഴുന്നേറ്റ ഒരു കഥ. അത് ശരിക്കും പറഞ്ഞാൽ ഒരു രോമാഞ്ചിഫിക്കേഷൻ കഥ തന്നെയാണ്. ചാരത്തിൽ നിന്ന് ഉയർന്ന ഫീനിക്സ് പക്ഷേ പോലെ പിന്നെ അങ്ങോട്ട് 16 തവണ അല്ലെ വിജയം. അതെ. അപ്പൊ അങ്ങനെ വളരെ ഗംഭീരമായ ഒരു കഥയും കൂടെ കാരിച്ചാലിന്. അതെ. കഴിഞ്ഞ തവണ നെഹ്റു ട്രോഫിയിൽ മുത്തമിട്ട കാരിച്ചാലും കൂടിയായിരുന്നു. അപ്പോൾ ഇത്തവണയും കാരിച്ചാല് ഓൾ ദി ബെസ്റ്റ്, അതന്നെ പറയാൻ.